ആളുകൾക്ക് ഞാൻ മാത്രമാണ്, ചില പ്രമാണിമാർക്ക് ഞങ്ങളാണ് ഈ സംഘടനയെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് അവകാശപ്പെടാൻ നിർവാഹമില്ല. ഒരു പ്രദേശത്ത് ഒരു മതപ്രസംഗം നടത്തുമ്പോൾ അതിന് നോട്ടീസ് ഒട്ടിക്കാനും ബാനർ തൂക്കാനും ചുവരെഴുത്തിനും പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ എടുക്കുന്നതിനും അതിന്റെ എല്ലാവിധ ബാഹ്യമായ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രദേശത്തുള്ള എല്ലാ മുജാഹിദുകളും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ മുശ്രിക്കുകളെന്ന്, ശിർക്കിന്റെ വക്താക്കളെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഏതാനും ആളുകൾ ആ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച, ഭക്ഷണമില്ലാതെ ഉറക്കൊഴിച്ച് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ നാട് മുഴുക്കെ ഓടി നടന്ന ആളുകളെയൊക്കെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനും അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനവുമാണ് ഇത്തവണ കേരളത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, 2002 ഈ ആദർശത്തിന് കത്തിവച്ച മടവൂരികൾ സംഘടനയെ പുലർത്തിപ്പോയപ്പോൾ സംഘടനയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഓടി നടന്ന നമ്മുടെ പണ്ഡിതന്മാരെ CP സലീം സാഹിബിനെ പോലെ, TK അഷ്റഫ് മാസ്റ്ററെ പോലെയുള്ള ആളുകൾക്ക് ആ സമ്മേളന നഗരി ഒന്ന് കാണാൻ പോലും അവസരം കൊടുക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദികേട് കാണിച്ച ഒരു നേതൃത്വമാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഹുസൈൻ സലഫി അറബി രാജ്യത്തുള്ള പണ്ഡിതന്മാരുമായി വിവാദത്തിലിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ അങ്ങോട്ട് പോകാം, അവർ നമ്മെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ആക്രോശിച്ചുകൊണ്ട് സ്റ്റേജ് പൊളിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗം നടത്തുകൊണ്ടായി ഒരു വ്യക്തി. ആ സദസ്സിൽ സംഘടനയുടെ പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, സംഘടനയുടെ സെക്രട്ടറി ഇരിക്കുന്നുണ്ട്, കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉണ്ട്. പക്ഷേ അവർക്കൊന്നും സംസാരിക്കാൻ ഇടം കൊടുക്കാതെ ഞാനാണ് സംഘടനയുടെ മുഴുവൻ കുത്തക മുതലാളി എന്ന ഒരു സ്വഭാവത്തിൽ ഹുസൈൻ സലഫിയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. സമാപന പ്രസംഗത്തിൽ TPയും ഏതാണ്ട് അതിന് തുല്യമായ ഒരു പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ആരെങ്കിലും ബഹുദൈവവിശ്വാസത്തിലേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല. നമ്മളെല്ലാവരുടെയും പ്രവർത്തനം ഏകദൈവവിശ്വാസത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും അയൽപക്കത്തും നാട്ടിലും മുഴുവൻ അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയുന്ന ആളുകളുണ്ടായിരിക്കണം എന്ന തീവ്രമായ ശ്രമത്തിനു വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിൽ പ്രതിപാദിച്ചുള്ള ആയത്തിന്റെ അർത്ഥം, അതിന്റെ ആദർശം, അതിന്റെ ആശയം നമ്മുടെ രാജ്യത്ത് പ്രബോധനം ചെയ്യാൻ എല്ലാ പ്രബോധകന്മാരും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു വിഭാഗത്തെ ജിന്നി പിശാചുക്കൾക്ക് സേവ ചെയ്യുന്നവരെന്നും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്നും തന്മൂലം ഒരു മുശ്രിക്കുകളാണെന്നും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടനയുടെ നേതൃഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. അവരെ അധിക്ഷേപിക്കുന്ന ആളുകൾ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ ലേഖനങ്ങളിലും മാസ്യകളിലുമെല്ലാം തങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രൂപത്തിൽ വീണ്ടും വീണ്ടും ആക്ഷേപങ്ങളുമായി പുറത്താക്കലുമായി നമ്മുടെ പിറകെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, സംഘടന നേതൃത്വത്തിലുള്ള ആളുകൾ
സലഫി അഖീദ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. ഇപ്പോഴും അശ്ശരി അഖീദയാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത്. അവരുമായി കൂടിയാലോചിക്കാൻ എനിക്കൊരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവിലും ഫത്വ ബോർഡിലും ഞാൻ മെമ്പറായിരുന്നു. പലവിധ ചർച്ചകളും ഈ ആശയങ്ങളുമായി വരുമ്പോൾ അവരുടെ എല്ലാം സംസാരങ്ങൾ അശ്ശരി അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. കൂടെ കിടന്നവർക്കേ പനി അറിയുള്ളൂ എന്ന മലയാള ഭാഷയിലെ പ്രയോഗം പോലെ കൂടെ നടക്കുന്ന ആളുകൾക്ക് കൃത്യമായി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഉപദേശിക്കാനുള്ളത്, നാം ഒരിക്കലും ബൗദ്ധവിശ്വാസത്തിലേക്കല്ല ജനങ്ങളെ ക്ഷണിക്കുന്നത്, മറിച്ച് പ്രവാചകന്മാരെല്ലാവരും പ്രബോധനം ചെയ്ത ഏകദൈവവിശ്വാസത്തിലേക്കാണ്. അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് രാപ്പകലില്ലാതെ ഭക്ഷണം പോലും കിട്ടാതെ രോഗികളായിക്കൊണ്ടും വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും വാഹന ഗതാഗതത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതെയും നാടിന്റെ നാനാ ദിക്കുകളിലുമായി അവർ പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരുടെ ഈ ആദർശത്തിലേക്ക് വന്ന ആ കാലഘട്ടം മുതൽക്കേ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഏതെങ്കിലും ദിക്കുകളിൽ നിന്ന് അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തള്ളിക്കളയുകയും സത്യാവസ്ഥ ശരിയായ പ്രബോധന പ്രവർത്തകന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്നും അവരുടെ ലേഖനങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കണം എന്നുമുള്ള ഒരു നിർദ്ദേശം, ആഹ്വാനം നിങ്ങളോട് മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. എനിക്ക് ദീർഘിച്ചു നിന്ന് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടുത്തെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അവന്റെ തൗഹീദിൽ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ള ആ തൗഹീദിൽ അടിയുറച്ച് നിർത്തണം വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ആ ദുആ എപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു മുസബ്ബിത്ത് ഖുലൂബന അലാ ദീനിക എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ നിലനിർത്തുക. ഒരിക്കലും ശിർക്കിലേക്ക് പോകാനല്ല. ഇത്രയും 40 കൊല്ലക്കാലം അല്ലെങ്കിൽ 50 കൊല്ലക്കാലം ഈ ദഅവത്ത് രംഗത്ത് പ്രവർത്തിച്ച ആളുകളൊക്കെ നിലനിന്നിട്ടുള്ളത്, മറിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരെയും സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാകുന്നു. ആ പ്രവർത്തനത്തിൽ കൈകോർത്തുകൊണ്ട് പരസ്പരം സഹകരിച്ചും സഹായിച്ചും മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി യാ റബ്ബൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه وسلم تسليما كثيرا. والسلام عليكم ورحمة الله وبركاته.